ബന്ധു നിയമനമാണ് വിഷയം. KPCC പ്രസിഡന്റും വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയായുള്ള സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ സ്വന്തം അളിയനെ, അതായത് സഹോദരിയുടെ ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. മുമ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് ഡോക്ടർ KT ജലീലിനെതിരെ ബന്ധു നിയമനം എന്ന പേരിൽ വലിയ ആരോപണം ഉന്നയിക്കുകയും അതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള സമരാഭാസങ്ങൾ നടത്തുകയും ചെയ്തവരാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരും. സ്വജനപക്ഷപാതമായിരുന്നു അന്ന് ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്റെ കാതൽ. ഒരു ജോലിയുമില്ലാത്ത ഒരാൾക്ക് അനധികൃതമായി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും മന്ത്രിയോ MLA മാരോ അല്ലെങ്കിൽ ഭരണതലത്തിലിരിക്കുന്ന ആരെങ്കിലും സർക്കാർ വകുപ്പിൽ നിയമിക്കുന്നത് സ്വജനപക്ഷപാതം തന്നെയാണ്. അതേപോലെ തന്നെ നിലവിൽ ജോലിയുള്ള ഒരാളാണെങ്കിൽ തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ഏതെങ്കിലും സർക്കാർ വകുപ്പിൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് നേടിക്കൊടുത്താലും അതും സ്വജനപക്ഷപാതം തന്നെയാണ്. പക്ഷേ നിലവിൽ 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്ക് 64,000 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന ഒരു സർക്കാർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ താൽക്കാലിക നിയമനം, അതും ഒരു പുതിയ ധനകാര്യ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്ന സതുദ്ദേശത്തോടെ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലെ പ്രവർത്തന പരിചയ സമ്പത്തുള്ള ഒരാളെ തൽക്കാലത്തേക്ക് നിയമനം കൊടുക്കുന്നത് എങ്ങനെയാണ് സ്വജനപക്ഷപാതമാവുക? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജർ തസ്തികയിൽ 1.25 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളെ കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ അന്ന് ഒഴിവുണ്ടായിരുന്ന ഒരു ജനറൽ മാനേജർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അതും 64,000 രൂപ ശമ്പളത്തിന് നിയമിക്കുന്നു. മന്ത്രിയുടെയും വകുപ്പ് മേധാവികളുടെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് ആ പാവം അത്തരമൊരു ജോലി ഏറ്റെടുത്തത്. എന്നാൽ മന്ത്രി ബന്ധു നിയമനത്തിലൂടെ സ്വജനപക്ഷപാതം കാണിക്കുന്നു എന്നാരോപിച്ചാണ് ഡോക്ടർ KT ജലീലിനെതിരെ അന്ന് UDF-കാർ തിരിഞ്ഞത്. അനാവശ്യ വിവാദം വന്നതോടെ അദ്ദേഹം, അതായത് ജോലി കയറിയ സാധു തിരിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തന്നെ പോയി റീജോയിൻ ചെയ്തു. എന്നാൽ അന്ന് ആ പേരും പറഞ്ഞ് ഡോക്ടർ KT ജലീലിനെ വേട്ടയാടിയവർക്ക് ഇന്ന് മൗനമാണ്. അന്ന് കൊച്ചാപ്പന്റെ മകൻ എന്ന് വിളിച്ചവർക്ക് അളിയൻ എന്ന് വിളിക്കാൻ നാക്ക് പൊങ്ങുന്നില്ല. കൊച്ചാപ്പന്റെ മകനെ ബന്ധുവാക്കിയവർക്ക് സ്വന്തം സഹോദരി ഭർത്താവിനെ ബന്ധു എന്ന് വിളിക്കാൻ വൈക്ലഭ്യം. ഫേസ്ബുക്കിൽ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുന്ന സണ്ണി ജോസഫിന് നിയമസഭയിൽ പക്ഷേ മിണ്ടാട്ടമില്ല. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വയം എടുത്തണിഞ്ഞ ധാർമ്മികതയുടെ മുഖം മൂടി വലിച്ചു കീറുന്നത് മാധു. മൗനമാണ്. ഇക്കാര്യത്തിൽ സഭയിൽ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിച്ചില്ല വൈദ്യുതി വകുപ്പ് മന്ത്രി. എന്തു പ്രതികരിക്കാനാണ് എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അണികളും അതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഫേസ്ബുക്കിൽ എഴുതി വെക്കുന്ന നെടുങ്കൻ ഡയലോഗുകൾ നിയമസഭയിൽ പറയാമായിരുന്നു. അതായത് ഈ ബെന്നി ജോസഫിന് എത്രത്തോളം ഈ കഴിവുണ്ട്, അദ്ദേഹം എത്രത്തോളം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്, പ്രവർത്തന പരിചയമുള്ള ആളാണ് എന്നൊക്കെ നിയമസഭയിലും പറയാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം തയ്യാറായില്ല എന്നതാണ്. ആ തയ്യാറാകാത്തതിന്റെ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ധാർമ്മിക പ്രസംഗങ്ങൾ തിരിച്ചു കൊത്തും എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോയി. അത് ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ മറുപടി അല്ല എന്നാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടവരും പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും മുഴുവനും പറഞ്ഞത്. പ്രതികാര നടപടിയല്ല, ഇത് ജനങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിലെന്താണ് നീതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, ഈ നിയമനങ്ങൾ അർഹതയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ബന്ധുക്കൾക്ക് സർക്കാർ നിയമനമോ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ് നിയമനമോ അനധികൃതമായ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായമോ നൽകുന്നതിനെ തന്നെയാണ് നമ്മൾ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്. അതിൽ പ്രീതിയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ഞാൻ ഈ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 2 ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഈ തരത്തിലുള്ള നിയമനം നടത്താനുള്ളൊരു തീരുമാനം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവനവനോടെങ്കിലും അയ്യോ മോശമായി എന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു തോന്നലുണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അദ്ദേഹം KPCCയുടെ അധ്യക്ഷനാണ്, ഇപ്പോഴും ചുമതല മാറിയിട്ടില്ല, പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ പാർട്ടി നിയമിച്ചതാണ് എൻ്റെ വകുപ്പിൽ എന്നും പറയാൻ കഴിയില്ല. കാരണം ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഈ സണ്ണി ജോസഫ് എന്നിരിക്കെ പാർട്ടി നിയമിച്ചതാണ് എന്നും പറയാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധ്യമാകുന്നതാണെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചക്കാലത്തെ ഷോർട്ട് മെമ്മറി അല്ല ഉള്ളത് എന്ന് ഞാൻ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളോടും ആ പാർട്ടിയോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിയാണ്, ഷോർട്ട് മെമ്മറിയൊക്കെ ഉണ്ട് മലയാളത്തിൽ, പക്ഷേ അത് 2 ആഴ്ച ചുരുങ്ങിയതല്ല. ഈ തിരഞ്ഞെടുപ്പ് കാലം മുഴുവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനിടയ്ക്ക് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറക്കുന്നത്? ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് 2 മന്ത്രിമാർ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് പോയില്ലേ? ആ സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ, സമരങ്ങൾ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മറന്നുപോയത്? അതോ UDF-ന് മാത്രമായി എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ട് എന്ന് ധരിച്ചു വശായി പോയതാണോ? അല്ല, പ്രതിപക്ഷത്തിരുന്നതിന്റെ പ്രിവിലേജാണ്, അതായത് ഭരണത്തിൽ നിന്ന് മാറി നിന്നതിന്റെ രാഷ്ട്രീയ പ്രിവിലേജ് മാത്രമാണ് UDF ഈ പോയ 10 വർഷവും അനുഭവിച്ചത് എന്ന് മിനിമം മനസ്സിലാക്കുക. ഭരണപക്ഷത്തിരിക്കുമ്പോൾ വോട്ട് ചെയ്തവർ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ജനങ്ങൾ
മറ്റ് മാധ്യമങ്ങൾ ഇവരെല്ലാവരും ചോദ്യവുമായി വരും. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്. ഇപ്പോൾ സ്വാഭാവികമായി ആ ചോദ്യം നിങ്ങൾക്ക് എതിരായി വരിക തന്നെ ചെയ്യും. അതാണ് നീതി, അതാണ് നാടിന്റെ ഒരു ചിന്താശേഷിയും രാഷ്ട്രീയ ബുദ്ധിയും എന്ന് പറയുന്നത് കൂടി. അപ്പൊ അതിന് മറുപടി പറയുക എന്നുള്ളതാണ്. അല്ലാതെ മിണ്ടാതെ മൂളാതെ പോവുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഇത്രയും കാലം വിമർശിച്ചു കൊണ്ടിരുന്നവർ എന്ന നിലയ്ക്ക് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. തൊട്ടു മുമ്പ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് കേട്ടല്ലോ, അധ്യാപക നിയമനങ്ങൾ മുഴുവൻ CPM നേതാക്കളുടെ കുത്തകയാണ് എന്ന്. അങ്ങനെ സ്റ്റാഫ് നിയമങ്ങൾ മുഴുവൻ സ്വന്തം വീട്ടിലുള്ളവർക്ക് കൊടുക്കാമെന്ന കുത്തക മനോഭാവം എപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വന്നത്? എന്തുകൊണ്ടാണ് സ്വന്തം വകുപ്പിൽ ഇനി അത്ര ഞാൻ ഇദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ ഇദ്ദേഹത്തിന് ഇപ്പോൾ നിയമനം കിട്ടിയ ബെന്നി ജോസഫിന്റെ കുറ്റം പറയാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. പക്ഷെ പാർട്ടി അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വിമർശനം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണമായിരുന്നു. കോൺഗ്രസിന് ഒരു മന്ത്രിയൊന്നുമല്ലല്ലോ, മറ്റു മന്ത്രിമാരുടെ വകുപ്പിൽ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാതിരുന്നത്? സ്വന്തം വകുപ്പിൽ വരുമ്പോൾ നയപരമായ തീരുമാനങ്ങൾ, വകുപ്പിന്റെ നയപരമായ കാര്യങ്ങളിൽ കൂടി ബന്ധുക്കളുടെ ഇടപെടലിനുള്ള വകുപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത്, അല്ലെ? ഇത് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. സണ്ണി ജോസഫിനെതിരെ ഇത് ആദ്യത്തെ ആരോപണമാണോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം CPM ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൽ പക്ഷെ പരാതി കൊടുത്തത് CPM അല്ല, ഈ നാട്ടുകാരൻ കൂടിയായ ഒരാളാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടാണ് സണ്ണി ജോസഫിന്റെ മകളുടെ ബാങ്ക് നിയമനം എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര കത്തിയില്ല. അങ്ങനെ ഒരു ആരോപണം CPMന്റെ ഹാൻഡിലുകളൊക്കെ ഉന്നയിച്ചെങ്കിലും അതത്ര ആ സമയത്ത് നമ്മൾ ആ വാർത്ത വായിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ഈ വാർത്ത വലിയ വിവാദമാകാത്തത് എന്ന്. നമ്മൾ ആ സമയത്തൊന്ന് ആലോചിക്കണം. ഈ വ്യാജ സർട്ടിഫിക്കറ്റിൽ അനുഭവ പരിചയം കാണിച്ചുകൊണ്ട് വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വലിയ തോതിൽ അവർക്ക് വിമർശനവും സൈബർ അറ്റാക്കും ഒക്കെ നേരിടേണ്ടി വന്നു. ആ കുട്ടിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ കല്യാണ ചിത്രങ്ങൾ പങ്കുവച്ചതിന്റെ താഴെ പോലും എത്ര മോശപ്പെട്ട കമന്റുകളാണ് വന്നത് എന്നറിയാമോ? അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാകും. അവരെ പാർട്ടി നേതാക്കൾ തന്നെ തള്ളി പറയുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ അനുപാതരഹിതമായ ആക്രമണമാണ് ഉണ്ടായത്. പക്ഷേ സണ്ണി ജോസഫിന്റെ മകൾക്ക് നേരെ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു മറുപടി പോലും പറയേണ്ടി വന്നില്ല. അതിന്റെ നിജസ്ഥിതിയൊക്കെ പിന്നീട് തെളിയിക്കേണ്ടതാണ്. പക്ഷേ KPCC അധ്യക്ഷനായ ഇപ്പോൾ മന്ത്രിയായ ഒരാൾക്ക് അങ്ങനെ ഒരു ആരോപണം തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്നിട്ട് പോലും അതിലൊരു മറുപടി പോലും പറയേണ്ടി വന്നില്ല എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുകൊണ്ട്? കണ്ണൂരിലെ മിറ്റ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം പ്രവർത്തിച്ചു എന്നൊരു പരിചയമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിയമനം കിട്ടിയതിന് ശേഷം അവർക്ക് ആ മിറ്റ്കോയിൽ ജോലി ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. 2014 ആഗസ്റ്റിലാണ് ആശാ റോസ് പ്യൂണായി നിയമിതയായത്. 2014 17 ഇടയിൽ അവർക്ക് മിറ്റ്കോയിൽ പ്രവർത്തിച്ചിട്ടില്ല. അതിനായി അവർ അന്തരം ജോലി ചെയ്ത് ബാങ്കിൽ നിന്ന് അവധിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി. അപ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ഈ അനുഭവ പരിചയം കിട്ടിയത് നടക്കാനുള്ള കാര്യം? ഞാൻ പറയുന്നത് ഈ ആരോപണം ചിലപ്പോൾ തെറ്റായിരിക്കും, അത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമായിരിക്കും. ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിലൊരു മറുപടി പോലും സണ്ണി ജോസഫിന് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴൊരു ബന്ധു നിയമനം ആരോപിക്കപ്പെടുന്നു. നിയമസഭയിൽ ഒരു ചോദ്യം വന്നപ്പോൾ പോലും അത് രേഖാപരമായി വന്ന ചോദ്യമല്ല. പക്ഷേ അപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ 102 MLA-മാരുടെ വലിയ സ്ട്രെങ്തുമായി ഇപ്പുറത്ത് നിൽക്കുന്ന അതിപ്രതാപവാനായ ഒരു മന്ത്രിക്ക് മിണ്ടാതെ പോകാൻ കഴിയുന്ന പ്രിവിലേജ് എങ്ങനെയാണ് നിയമസഭയിൽ ഉണ്ടാകുന്നത്? അപ്പോൾ രാഷ്ട്രീയമായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ രാഷ്ട്രീയമായി മറുപടി പറയേണ്ടതില്ല എന്ന തിണ്ണമെടുക്കുക എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി ആയതുകൊണ്ടോ അതോ KPCC നയിക്കുന്ന അധ്യക്ഷൻ ആയതുകൊണ്ടോ? അതൊന്നും വിലപ്പോകില്ല എന്ന് ബോധ്യപ്പെടുത്തി പോവുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന മിറ്റ്കോ എന്ന് പറയുന്ന സ്ഥാപനം ആരുടേതാണെന്ന് അറിയാമോ? സണ്ണി ജോസഫിന്റെ അർത്ഥ സഹോദരനായിട്ട് ജേസൺ തോമസിന്റേതാണത്രേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുടുംബത്തിൽ തന്നെ അതായത് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വേണമെങ്കിൽ കുടുംബത്തിലുണ്ട്. ഇനി വേറൊരാൾക്ക് ഒരു അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിനുള്ള സംവിധാനവും കുടുംബത്തിൽ തന്നെയുണ്ട്. ഇതിനൊന്നും മറുപടി പറയേണ്ടി വരുന്ന ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷെ അതിനൊന്നിനും മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം പോലുമില്ലാത്ത പ്രിവിലേജ് അനുഭവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വിധിയെങ്കിൽ ഒരൊറ്റ കാര്യം പറയണം, ഞങ്ങൾ പറഞ്ഞതൊക്കെ അന്ന് ഞങ്ങൾ ക്ലാസ്സിലില്ല, ഇന്നലെ ഞാൻ ഇല്ല സാർ എന്ന് പറയുമല്ലോ, ആ നിലയ്ക്ക് അന്ന് പറഞ്ഞതൊന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ നയപരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ നല്ലതായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.